ഞാനും അതെ വളരെ എക്സൈറ്റഡ് ആണ്. ഒരു സ്പെഷ്യൽ പ്രീമിയർ ഷോ ആണിത്. സോ അനുരാഗും അടക്കമുള്ള നമുക്ക് മനസ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. സോ മറ്റുള്ളവർ സിനിമ കാണാൻ വേണ്ടിയാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാനും ഞാൻ വളരെ ഈഗേർലി വെയിറ്റിംഗ് ആണ്. പറയല്ല, മഞ്ജുവൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവുള്ള സിനിമയെ പറ്റിയുള്ളൂ. ഇനി കണ്ടു കഴിഞ്ഞിട്ടാണ് ബാക്കി വിശദമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും എപ്പോഴും പുതിയ തരം സ്വഭാവമുള്ള സിനിമകൾ കാണുകയും ആസ്വദിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഈ സിനിമ വരാൻ പോകുന്നത്. ഇനി കണ്ടു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാം. അല്ല, എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരു ജോണറിൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സിനിമയിൽ. സോ ഇതങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ വർക്ക് ചെയ്താൽ ഞങ്ങളോടൊപ്പം തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഇത് പുതിയ അനുഭവമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ ഫുട്ടേജ് വരുന്നത് എന്തോന്നി കണ്ടിട്ട്? Really happy, very I think ഒരുപാട് ഇമോഷൻസ് ലൈക്ക് ഇറ്റ്സ് വർക്കിംഗ് ഔട്ട് ഓൾ ടുഗദർ ആൻഡ് ഐ ഡോണ്ട് I'm still nervous. എൻ്റെ കൈയൊക്കെ ഇപ്പോഴും ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് ഇനി 23rd റിലീസ് ആകുമ്പം ഐ തിങ്ക് ഇനി ഓഡിയൻസിൻ്റെ കയ്യിലായിരിക്കും. സോ ഇറ്റ്സ് അപ് ടു ദം. ഓഡിയൻസിന് കൂടെ ഇരുന്ന് പടം കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വർക്കായി. ഇനിയിപ്പോൾ ഓണസ്റ്റ്ലി ഞങ്ങളുടെ ഫേസസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. വെരി ഹാപ്പി, വെരി പ്രൗഡ്. എടുത്ത കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ വെരി എക്സൈറ്റഡ്. 23rd തിയേറ്ററിൽ ഓഡിയൻസിനോട് ഇരുന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ആക്ഷൻ സീക്വൻസ് എടുത്ത് തന്നെ പറയേണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അതൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയത്? അല്ല, ഇതിൽ ഓൾമോസ്റ്റ് ഒരു 1.5 months ഞങ്ങൾ ട്രെയിൻ ചെയ്തു, ഫുൾ കാസ്റ്റും എല്ലാവരുമായിട്ട്, ആൻഡ് മഞ്ജു ചേച്ചി ഉൾപ്പെടെ. ആൻഡ് ആ ട്രെയിനിങ് ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. കാരണം എല്ലാം സിംഗിൾ ടേക്ക് ആയതുകൊണ്ട് ഒരു 3-4 minutes ഒറ്റയടിക്ക് നമ്മൾ പെർഫോം ചെയ്യണം. അതിൻ്റെ സ്റ്റാമിന വേണം. ലൈക്ക് വി ഷുഡ് ബി റെഡി ടു ഡു ഇറ്റ് ഓൾസോ. അതുകൊണ്ട് ചാലഞ്ചിങ് ആയിരുന്നു. Even especially for Vishak, he had way too many scenes. Like അങ്ങനത്തെ അധികം ഡേഞ്ചറസ് സീൻസ് ഉണ്ടായിരുന്നു. You killed it, man. Thank you. That's so ready, da. So this is a movie you were present in. So what made you decide? The film is always the film. The film is so new and so not seen anything like this. That's one of the key reasons. So you already watched the movie. How? Yeah. Like, can you share the experience? It's a very good. I want the audience to experience it. It's a very good film, and I'm so proud to be associated with it. I just watch more Malayalam films than Hindi films. ടെക്നിക്കലി ഭയങ്കര അപ്പീലിംഗ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സീരിയസ് ഫിലിം വ്യൂവേഴ്സിന് കുറച്ച് കൂടുതൽ അപ്പീലിംഗ് ആയിരിക്കും. ടെക്നിക്കലി ഭയങ്കര രസമുള്ള സിനിമയാണ്. പിന്നെ ഭയങ്കര ബ്രേവ് സിനിമയാണ്. ഇപ്പം നമ്മളിങ്ങനത്തെ ഒരു കോണ്ടന്റ് ആലോചിച്ച് കഴിഞ്ഞാലും ഇങ്ങനൊരു സിനിമ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, അത് ഇമ്മൻസാണ്. എനിക്കൊന്ന് സൈജുവിൻ്റെ ആ ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള ഒരാൾക്ക് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് ടെക്നിക്കലി ബ്രില്യൻ്റാണ്, ബ്രേവാണ്. പെർഫോമൻസ് ഭയങ്കര രസമുണ്ട്. പ്രത്യേകിച്ചും മഞ്ജു ചേച്ചി ഇങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് തോന്നിയത് ആക്ഷൻ സീക്വൻസസ് ആണ്. ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര വാൻപൊളിയാണ്, ഭയങ്കര റിയലാണ്. സിനിമ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ഒരു ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ വരുന്നൊരു സിനിമ. അതിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരാണ് അതിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത് എല്ലാവരും. സൈജു ചേട്ടനാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണ്. സൈജു ചേട്ടൻ എഡിറ്ററായിട്ട് ഞങ്ങൾ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പുള്ളി ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ എക്സൈറ്റഡ് ആണ്.
അതുപോലെ മഞ്ജു ചേച്ചി ആണെങ്കിലും വിശാഖാണെങ്കിലൊക്കെ എനിക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സിനിമ ഇവിടെ ഒരു പ്രിവ്യൂവിന് വന്നിരിക്കുന്നു. അതൊന്ന് കണ്ടിട്ടാണ് നമുക്ക് അത് എനിക്കും ഇത് ഭയങ്കര പുതിയതാണ്. കാരണം നമ്മളധികം കണ്ടിട്ടില്ലല്ലോ മലയാളത്തിൽ അങ്ങനെ ഫൗണ്ട് ഫുട്ടേജ് സിനിമകൾ. ഫുട്ടേജ് ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. അപ്പം ഇനി ചെയ്യാൻ പോകുന്ന സിനിമയും ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ തന്നെയായിരിക്കും. എക്സ്പെരിമെൻ്റൽ ആയിരിക്കില്ല അത്, പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാണ്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് മഞ്ജു ചേച്ചിയുടെയും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? 3-4 ക്യാരക്ടേഴ്സ് ഉള്ളൂ, പക്ഷെ അവർ 3-4 ക്യാരക്ടേഴ്സ് മതി എക്സ്ട്രീംലി അവരുടെ എക്സ്ട്രീം നമുക്ക് ഇത് കാണാൻ പറ്റി. എന്താ പറയുക, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് വിഷ്വൽ ആയാലും എവ്രിതിങ് എന്താ പറയുക സൈജു ശ്രീധരൻ സംഭവമായിരുന്നു മൊത്തത്തിൽ. ആ ഒരു ഇതിലാണ് നിൽക്കണേ. നല്ലൊരു താങ്ക് യു. എല്ലാവരും ആ ഒരു ഇതിലാണ് നിൽക്കണേ. അടിപൊളി, ഭയങ്കര ഫീൽ ആയിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ഫൗണ്ട് ഫുട്ടേജ് ഇത് ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്തു. ആൻഡ് മഞ്ജു ചേച്ചിയുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണാം. സോ ടോട്ടൽ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു, രസമായിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷം. കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ ഇരുന്ന് കാണാനും പറ്റി. അതെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം മലയാളത്തിൽ അനുരാഗ് കശ്യപ് പ്രസന്റ് ചെയ്യുന്ന ഒരു മൂവിയും കൂടെ വന്നിരിക്കുകയാണ്. സോ അതിലോട്ടേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ചേച്ചി പുള്ളിനെ കാണിച്ചാണ് സിനിമ. അപ്പോൾ പുള്ളി കണ്ടിട്ട് ഇഷ്ടമായിട്ട് പ്രസൻറ്റ് ചെയ്തത്. ഇപ്പം റിവ്യൂ കേട്ടിട്ട് എന്താണ് പറഞ്ഞത്? ഹാപ്പിയാന്ന് തോന്നുന്നു. എല്ലാവരും മൊത്തം ചിരിയുണ്ട്. ഇപ്പം 23rd മലയാളികളുടെ ഇടയിലേക്ക് മലയാളികളുടെ റിലീസ് ചെയ്യാണ്. സോ എന്ത് തോന്നുന്നു? വെയിറ്റിംഗ്. സിനിമ ഇൻഡസ്ട്രിയിലുള്ളതാണെങ്കിലും ഡയറക്ടോറിയൽ ഫസ്റ്റ് ആണല്ലോ, ഫസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ. സോ ആ ഒരു ഇതെല്ലാം ഫൈറ്റ് ഒക്കെ ആണല്ലോ. മഞ്ജു ചേച്ചിനെ കൊണ്ട് ഈ ഒരു ഫൈറ്റൊക്കെ ഗ്രാസ്പ് ചെയ്യാനൊക്കെ പറ്റിയത് എങ്ങനെയായിരുന്നു? കുറേ കാലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എഫേർട്ടാണ്. അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് ആ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മഞ്ജു ചേച്ചിയുടെയും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ്? എല്ലാവരും സൂപ്പർ, നല്ല മേക്കിംഗ്. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം എങ്ങനെയുണ്ടായിരുന്നു? നൈസ്, നല്ല ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. താങ്ക് യു. ഈ ആൾക്കാർ നമ്മൾ ഈ വ്ളോഗൊക്കെ റെക്കോർഡ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ ആ ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇത് ഏറ്റവും ബെസ്റ്റ് ക്യാമറയിലൊക്കെയാണ് ഇവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് സ്കേപ്പിങ്ങും ഒക്കെ ഭയങ്കര രസമായിട്ട് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു തിയേറ്ററിൽ വർത്ത് വാച്ചിങ് എക്സ്പീരിയൻസിങ് സാധനമാണ് ഇത്. യെസ്, തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മഞ്ജു ചേച്ചിയുടെയും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ആക്ച്വലി ആകെപ്പാടെ 4 പേരെ പടത്തിലുള്ളൂ, നമുക്ക് ട്രെയിലറിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ 2 മണിക്കൂറുള്ള സിനിമയാണ്. അപ്പോൾ ഈ പടം ഇങ്ങനെ കൊണ്ടുപോകുന്ന തന്നെ ഇവരാണ്. അപ്പോൾ ഇവരുടെ പെർഫോമൻസും വിഷ്വൽസും സൗണ്ട് ഡിസൈനും ഒക്കെയാണ് ഈ പടത്തിന് നമുക്ക് ഇതൊരു എഡ്ജോർജ് ഫസി ത്രില്ലർ എന്നൊക്കെ പറയുന്ന അടുത്ത് എന്ത് സംഭവിക്കും എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് തീർച്ചയായും ഇങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതെന്തായാലും ഹൈലി തന്നെ അത് ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം. യെസ് സാർ, നമ്മളിതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ രസവും പിന്നെ എല്ലാ അടിപൊളി ടെക്നീഷ്യൻസാണ്. രസമാണ്. ഇതിലിപ്പോൾ എടുത്ത് പറയാനായിട്ട് ന്യൂ എന്ന് പറയാനായിട്ട് ഒരുപാടുണ്ട്. സൈജു ശ്രീധരൻ്റെ ഡയറക്ടോറിയൽ മഞ്ജു ചേച്ചിയുടെ ഫൈറ്റ് അനുരാഗ് കശ്യപ് പ്രസന്റ് ചെയ്യുന്ന മൂവി. സോ ആ ടോട്ടൽ ഇതെല്ലാം കൂടെ കൂടി ചേർന്നപ്പോൾ ഉള്ളൊരു ഔട്ട്പുട്ട് എങ്ങനെയാണ്? അല്ല, നമുക്ക് ഭയങ്കര ഹൈപ്പാണല്ലോ ഈ പേരുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വരും. പക്ഷേ ആ ഹൈപ്പിനനുസരിച്ചുള്ളൊരു പടം തന്നെ ഉണ്ട്. നമ്മൾ ഞാൻ ശരിക്കും പറയാം ഹോളിവുഡ് മാർവൽ സിനിമയിലേക്കുള്ള നായകന്മാരുടെയൊക്കെ ആ ലെവലിലുള്ള ഭയങ്കര ഫിസിക്കലി അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മഞ്ജു ചേച്ചി മാത്രമല്ല, വിശാഖ്, ശീതൾ, ഗായത്രി അവരുടെയൊക്കെ എഫേർട്ട് കാണാനുണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട്. ഞാനോ? ഇപ്പം അങ്ങനെയായോ? വിളിച്ചാൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. നമ്മൾ മലയാളികൾ എന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളേണ്ട ഒരു നിമിഷമാണെന്ന് എനിക്ക് തോന്നുന്നു. സൈജു ചേട്ടൻ, ഡയറക്ടർ, റൈറ്റർ, വിശാഖ്, ഗായത്രി, മഞ്ജു ചേച്ചി പൊളിയായിട്ടുണ്ട്. ആക്ച്വലി നല്ല ധൈര്യം വേണം ഇങ്ങനൊരു പരിപാടി പിടിക്കാൻ. അതിൻ്റെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഗുഡ് ജോബ് ദി എൻറ്റയർ ടീം. പൊളിയാണ്. സൗണ്ട്, ക്യാമറ, ടെക്നിക്കലി അടിപൊളിയാണ്. സൗണ്ട് ഞാൻ നിക്സോട് പറഞ്ഞു സൗണ്ട് അടിപൊളി. ഫസ്റ്റ് ടൈം കഴിഞ്ഞപ്പോൾ പുള്ളിയോട് പറഞ്ഞു കിട്ടുക്കൻ സൗണ്ട് പൊളിയാണ്, അടിപൊളിയാണ്. സൂപ്പറാണ്. പണിയെടുത്തിട്ടുണ്ട്, എല്ലാവരും നല്ല പണിയെടുത്തിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ചില്ലറ പരിപാടിയല്ല ഇവിടെ കാട്ടിൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പരിപാടി. വേറെ ഒന്നും പറയുന്നില്ല.